ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വീണ്ടും ഒരു പ്രഭാതം നൽകിയ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സെൻറ്റ് ആൻസ് യൂണിറ്റിൻ്റെ കുടുംബവാർഷികം വളരെ മനോഹരമായിട്ട് ഫാദർ യേശുദാസ് പഴമ്പിള്ളച്ചനോട് ചേർന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായി നിർവഹിക്കാൻ സാധിച്ചു. ഒത്തിരി സന്തോഷം തോന്നുന്ന ദിവസങ്ങളായിരുന്നു. അച്ഛന്മാരും 3 പേരും എൻ്റെ മൂത്ത മകളുടെ പാട്ടിന് ശേഷം നല്ല രസമായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ശരിക്കും ഒരു ഫുൾ എല്ലാ മക്കളും ചേർന്ന് ഡാൻസ് ചെയ്തും നൃത്തമാടിയും കുടുംബവാർഷികം കുടുംബങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് വളരെ മനോഹരമായി അത് ആഘോഷിക്കാൻ സാധിച്ചു. എല്ലാവരും കുടുംബസമേതം മാതാപിതാക്കളും മക്കളും എല്ലാവരും ഒന്ന് ചേർന്ന് അവസാനം സന്തോഷകരമായ ഒരു പാട്ടൊക്കെ പാടുന്ന പാട്ടും നൃത്തവും ഒക്കെ ആടി ഞങ്ങൾ വളരെ മനോഹരമായി സ്നേഹവിരുന്നൊക്കെ കഴിഞ്ഞു. വീണ്ടും അങ്ങനെ പിറ്റേ ഒരു പ്രഭാതം വേണ്ടി തന്നപ്പോൾ മകളുമായി എൻ്റെ മക്കളൊക്കെ ആയിട്ട് ഞങ്ങളൊന്ന് കറങ്ങാനിറങ്ങി. എറണാകുളത്തേക്ക് പോയി നല്ല സീ ഫുഡൊക്കെ കഴിച്ചു. നല്ല രസമായിരുന്നു ഞങ്ങളുടെ യാത്ര. മക്കള് 2 പേരെ കൂടെ ഉണ്ടായോളൂ. എങ്കിലും ഒരാൾ പുറത്താണ്. പക്ഷെ എങ്കിലും അവളെയും ഓർക്കുന്നു, പങ്കാളിയൊക്കെ ഓർക്കുന്നു. ഈ സമയം എല്ലാവരും ജോലിയിലായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് അങ്ങനെ കുഞ്ഞുമോളുമായിട്ട് നല്ല പെരിയാർ തീരത്ത് പോയിരുന്നു. നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളങ്ങനെ ഫുൾ ഒരു ജോയ്ഫുൾ ഡേ ആയിരുന്നു ആ ഒരു ദിവസം. അങ്ങനെ ഞങ്ങൾ ലുലു മാളിലൊക്കെ പോയിരുന്നു. എല്ലായിടത്തും പോയി. അതിന് ശേഷം കുഞ്ഞുമോളെയൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. ഈ യാത്രയിൽ മോള് അവൾക്ക് ഏറ്റവും ഈശോയെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കുഞ്ഞാണ്. വീട്ടിലായിരിക്കുമ്പോഴും അതെ, രാവിലെ അവൾ ഉണർന്നെഴുന്നേറ്റ എന്നെ ഈശോയുടെ രൂപത്തിന് മുമ്പിൽ കൊണ്ടുപോയി തൊട്ടുമുത്തി. നല്ലൊരു കൊച്ചാണ് കേട്ടോ. ഞാൻ ആ കുഞ്ഞിനെ പറയണതല്ല, ഈശോയുമായിട്ട് ഭയങ്കര ഒരു ബന്ധമുള്ളൊരു കൊച്ചാണ്. അങ്ങനെ ഞങ്ങൾ ആ യാത്ര വളരെ മനോഹരമായി ആ കാറിലൂടെ യാത്ര ചെയ്ത് ഞങ്ങൾ പാർക്കിലേക്കൊക്കെ പോയി കുഞ്ഞിനോട് ചേർന്ന് അവിടെ പോയി കുറച്ച് നേരം കുഞ്ഞിനെ കളിപ്പിക്കാനൊക്കെ പറ്റി. അവൾ ഈശോയുടെ രൂപം കിട്ടിക്കഴിഞ്ഞാൽ മുത്താതെ അവൾ വെക്കില് താഴെ. അങ്ങനെ പാർക്കിൽ പോയി കുഞ്ഞുമായി ഓടിക്കളിക്കുന്നു. സന്തോഷകരമായിട്ടുള്ള ആ ദിവസം അവിടെ ഞങ്ങൾ ഒരു ദിവസം കൂടി അവിടെ ചെലവഴിച്ചു. എന്തിനാണ് ഇതെന്നുള്ളത് നിങ്ങൾക്ക് അറിയേണ്ടത്. അങ്ങനെ കുഞ്ഞുമക്കളോടും കൂടെ എല്ലാവരോടും കൂടെ സന്തോഷകരമായ ആ ദിവസം അവിടെ ചെലവഴിച്ചു. ഞങ്ങളവിടെ പാർക്കിൽ പിള്ളേരെ ഊഞ്ഞാലാടിയും അവിടെ ഗിത്താറ് വായിച്ച് കുറേ പിള്ളേർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവരുടെ കൂടെയും കുറച്ച് സമയങ്ങൾ അവിടെ ചെലവഴിക്കാൻ പറ്റി. വീണ്ടും ആ സായാഹ്നത്തിൽ എല്ലാവരോടും ചേർന്നുകൊണ്ട് വീണ്ടും ഞങ്ങൾ അവിടുന്ന് യാത്രയ്ക്കുള്ള ഒരുക്കത്തിലേക്കായി. അങ്ങനെ യാത്രയ്ക്കായി ഒരുങ്ങി നിൽക്കുമ്പോഴാണ് അവിടെ കുഞ്ഞുമോള് ഒന്ന് കൈമ പിടിച്ച് എന്നെ പപ്പാന്നും പറഞ്ഞ് വിളിക്കാൻ വരുന്നു. കുഞ്ഞുമായിട്ട് പിന്നെയും അങ്ങനെ നടക്കുന്നു. അങ്ങനെ അവിടെ നമുക്ക് വേണ്ടി എന്ന് പറഞ്ഞ പോലെ തന്നെ ആ സമയം കുറച്ച് കുഞ്ഞുമക്കൾ കുറച്ച് പേര് അവിടെ ഇരുന്ന് ഗിത്താറുമായി നന്നായിട്ട് പാട്ടുപാടി അവരവിടെ ഭയങ്കര സന്തോഷമായിട്ടിരിക്കുന്ന ആ കൂട്ടത്തിലും പോയി അവരുടെ കൂടെയും കുറച്ച് നേരം കൂടാൻ പറ്റി. അങ്ങനെ ഞങ്ങളെല്ലാവരും വീണ്ടും അവിടുന്ന് യാത്ര പുറപ്പെട്ടു. ഇതെന്താണെന്ന് ഇപ്പോഴും നിങ്ങൾക്കൊരു സസ്പെൻസായിട്ട് തോന്നുന്നുണ്ടാവും അല്ലേ. എന്തായാലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഈ പിള്ളേരുമായിട്ടൊക്കെ ഒന്ന് ഫുള്ള് അങ്ങനെ എല്ലാ രീതിയിലും കറങ്ങി നേരെ ഞങ്ങൾ വൈഫ് ഹൗസിൽ പോകുന്നു, കൊച്ചിയിലേക്ക് പോകുന്നു. അങ്ങനെ കൊച്ചിയിൽ പോയി വളരെ മനോഹരമായി അവിടെ ഒലാർവാടം പള്ളിയിലും കയറാൻ പറ്റി. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ ദിവസങ്ങളാണ്. പിറ്റേ ദിവസം 31-ാം തീയതി സ്കൂൾ തുറക്കുന്ന ദിവസമാണ്.
അങ്ങനെ നമ്മുടെ ഇമ്മാനുവൽ അച്ഛനോട് ചേർന്നുകൊണ്ട് എൻ്റെ കൂടെയുള്ള ശുശ്രൂഷകരായ കുറേ മക്കളുണ്ട്. അവരുടെ എല്ലാ കുഞ്ഞു മക്കൾക്കും വേണ്ടി അന്ന് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കാനും അവർക്ക് വേണ്ടി അച്ഛൻ്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാനും അങ്ങനെ വളരെ മനോഹരമായ ഒരു ദിവസമായിരുന്നു 31-ാം തീയതി. ഇതിൻ്റെയൊക്കെ അവസാനം നിങ്ങൾക്ക് അറിയോ എന്നെനിക്കറിയില്ല. ഞാനിങ്ങനെ ഒത്തിരി നാളായി ഇങ്ങനെ കാനഡയിൽ പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം തന്നെ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം അച്ഛനും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഈ കുഞ്ഞുമക്കളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കൂട്ടായ്മ ചേർന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ അതിനുശേഷം കൊച്ചിയിൽ നിന്നൊക്കെ നമ്മൾ യാത്ര പുറപ്പെട്ടു. വീണ്ടും അങ്ങനെ 1-ാം തീയതി എന്നൊരു ദിവസം യാത്രയ്ക്കുള്ള ഒരുക്കത്തിലായിരുന്നു. അങ്ങനെ യാത്രയിലൂടെ നേരെ നമ്മുടെ നെടുമ്പാശ്ശേരിയിലേക്ക് വരികയാണ്. ഒത്തിരി 2 വർഷത്തിന് ശേഷം കാത്തിരുന്ന ആ ഒരു പ്രഭാതം ഒരുക്കി ഞാൻ 1-ാം തീയതി നമ്മുടെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നുകൊണ്ടും അങ്ങനെ ഈ ദാസന് ഒത്തിരി കാത്തിരുന്ന ആ കാനഡയിലേക്കുള്ള ഒരു യാത്ര ദൈവം അവിടെ ഒരുക്കുകയാണ്. അങ്ങനെ കാനഡയ്ക്ക് പോകാനായിട്ട് ഞങ്ങൾ എയർപോർട്ടിലേക്കുള്ള യാത്രയിലാണിത്. ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. എന്ന് പറഞ്ഞാൽ 2 വർഷത്തോളമായി ഈ ഒരു പേപ്പർ വർക്കുകൾ നീങ്ങാനും ഒരു ജോബ് വിസയ്ക്ക് വേണ്ടി ഒരുങ്ങി അങ്ങനെ ഒരു ജോലിക്കായി ഇവിടെ കാനഡയ്ക്ക് വരാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത്. ദൈവം അങ്ങനെ ഈ കഴിഞ്ഞ ഈ 1-ാം തീയതി അത് ഒരുക്കി. അങ്ങനെ ആ നല്ല മനോഹരമായ ദിവസം. ഒത്തിരി നാൾ ഫ്ലൈറ്റിൽ ഇതുവരെ കയറിയിട്ടില്ല. എൻ്റെ 53 വയസ്സായി. ബാക്കിയെല്ലാ കപ്പലിലും ബാക്കിയെല്ലാ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫ്ലൈറ്റിലുള്ള യാത്ര, ആദ്യമായിട്ടുള്ള യാത്ര ഒരു 22.5 മണിക്കൂറോളം ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ ദൈവം അനുവദിച്ചു. വളരെ മനോഹരമായ ഒരു ദിവസമായിരുന്നു. ഒത്തിരി കർത്താവിനെ ആരാധിക്കാൻ പറ്റി. ഈ മേഘങ്ങളുടെ മേലെ കൂടെ ഈ ഫ്ലൈറ്റ് ഇങ്ങനെ പറന്നു പോകുമ്പോഴും ഒത്തിരി ദൈവത്തെ ആരാധിച്ചു മഹത്വപ്പെടുത്തി. അങ്ങനെ ആ യാത്ര നേരെ മസ്കറ്റിലെത്തുന്നു. മസ്കറ്റിൽ വന്നും കുറച്ച് നേരം അവിടെ സമയം ചിലവഴിക്കേണ്ട വന്നിരുന്നു. അവിടെ ഇരുന്ന് കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റി. ആ എയർപോർട്ടിൽ ഇരുന്നുള്ള ഒരു വ്യൂ ആണ്. അങ്ങനെ വീണ്ടും അവിടെ നിന്ന് നേരെ നെതർലാൻഡിലേക്ക് പോകാൻ ദൈവം അനുവദിക്കുന്നു. അവിടുന്ന് ആ യാത്ര വീണ്ടും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ യാത്ര വളരെ മനോഹരമായി വിശുദ്ധാത്മാവ് നയിക്കുകയായിരുന്നു എല്ലാം. അവിടുന്ന് യാത്ര മനോഹരമായുള്ള ആ യാത്ര എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. പക്ഷേ എനിക്കെന്തോ ഇതെന്തോ ഒരുപാട് നാൾ യാത്ര ചെയ്തുള്ളൊരു പഴക്കം മാതിരിയായിരുന്നു. യാതൊരു ഫീലും ഉണ്ടായിരുന്നില്ല. സത്യം പറയാം, ഇതൊന്നും ഉദ്ദേശിച്ചത് ഒരു ഭയമോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം വേറെ ഒന്നുമല്ല കേട്ടോ, ദൈവത്തിൻ്റെ ആത്മാവാണ് എന്നെ നയിക്കുന്നത് എന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ആ എയർപോർട്ടിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. അങ്ങനെ നെതർലാൻഡിൽ നിന്ന് നേരെ പിന്നെയുള്ള യാത്ര ഇവിടേക്കായിരുന്നു, കാനഡയിലേക്കായിരുന്നു. ആ കാനഡ യാത്രയും അവിടുന്ന് പിന്നെയും ഉണ്ടായിരുന്നു ഒരു 8-8.5 മണിക്കൂറുള്ള യാത്ര. ആ യാത്രയിലൊക്കെ കൂടുതൽ സമയം ഫ്ലൈറ്റിലിരുന്നു കൊണ്ട് ഒത്തിരി ലോകം മുഴുവനും യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടിയും എല്ലാ യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടിയും എല്ലാ രീതിയിലും പ്രാർത്ഥിക്കാൻ ദൈവം എന്നെ അനുവദിച്ചു. ഒത്തിരി പ്രാർത്ഥനാ സമയങ്ങൾ ഫ്ലൈറ്റിലിരുന്ന് പ്രാർത്ഥിക്കാൻ ദൈവം അനുവദിച്ചു ഈ കാലഘട്ടത്തിൽ. അങ്ങനെ അവിടെ നിന്നും ആ യാത്രയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒത്തിരി മക്കൾക്കും എൻ്റെ ബാഗിലാണെങ്കിലും ഞാനൊരു വചനം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ വചനത്തിൻ്റെ ഇങ്ങനെയായിരുന്നു, റോമ 8:31 ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആരും നമുക്ക് എതിർ നിൽക്കുന്നുള്ള വചനമായിരുന്നു. പിന്നെ ടീഷർട്ടിലാണെങ്കിലും ജീസസ് ലീവ്സ് ആമേൻ എന്നുള്ള ഒരു വചനം, ഈശോ ജീവിക്കുന്നു എന്നുള്ള എൻ്റെ ഒരു ഭാഗമാണ് എൻ്റെ യാത്രയിലും. ഞാൻ എവിടെയായിരുന്നാലും ഏത് തൊഴിൽ മേഖലയിലാണെങ്കിലും പോലും ആ ഈശോയെ മഹത്വപ്പെടുത്തുമെന്നുള്ള ഒറ്റ ആഗ്രഹമാണ്. പിന്നെ ബാക്കിയെല്ലാം ദൈവം തന്നിരിക്കുന്ന കഴിവുകളാണ്. എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു കഴിവാണ് ബേക്കിംഗ്. അങ്ങനെ ഒരു ബേക്കറി വർക്ക് ചെയ്യാൻ വേണ്ടി കർത്താവ് ഒരുക്കിയ ദിനമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ മനോഹരമായ യാത്ര. ഇതിപ്പോൾ ഈ സമയം ശരിക്കും പറഞ്ഞാൽ ഗ്രീൻലാൻഡിൻ്റെ മേലെയുള്ള യാത്രയാണ്. ഭയങ്കര ലോങ്ങിൽ നിന്ന് കാണുമ്പോൾ കാണുന്നത് മഞ്ഞുമലയാണ്. അത് ഫ്ലൈറ്റ് കുറച്ച് കഴിയുമ്പോൾ 2 മണിക്കൂറോളം അങ്ങനെ ഈ ഗ്രീൻലാൻഡിൻ്റെ മേലെ കൂടെയുള്ള യാത്രയായിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ ഇതൊക്കെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടിയതെല്ലാം വിൻഡോ ഡോറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വിൻഡോട് ചേർന്ന് ആയതുകൊണ്ടും എല്ലാം ഇങ്ങനെ കാണുവാനും
അതിലൂടെ കുറച്ച് വീഡിയോകളും ഫോട്ടോസൊക്കെ പകർത്താൻ വേണ്ടി എന്നെ കൊണ്ട് പറ്റി. അതിനും ദൈവത്തിന് ഒരുപാട് നന്ദി പറയുകയാണ്. അങ്ങനെ ശക്തധീരനുമായ കർത്താവിൻ്റെ നാമത്തിൽ അങ്ങനെ ഫ്ലൈറ്റ് ഏതാണ്ടൊക്കെ ഈ സമയം മോളിൽ നിന്ന് കാണുന്ന കാഴ്ചയാണ്. ഞാൻ ഇറങ്ങിയത് എഡ്മണ്ടനിലാണ്. അപ്പോൾ അവിടെ കാനഡയിൽ എഡ്മണ്ടനിൽ ഇറങ്ങാൻ മോളിൽ നിന്ന് കാണുന്നൊരു കാഴ്ചയാണിത്. അങ്ങനെ ഫ്ലൈറ്റ് താഴ്ന്ന് അവിടെ എത്തി. യാതൊരുവിധ ഒരു ക്ഷീണമോ തലവേദനയോ അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള അസ്വസ്ഥതയില്ലാതെ നമ്മൾ വളരെ സന്തോഷമായിട്ട് വിശുദ്ധാത്മാവ് എന്നെയും എൻ്റെ കൂടെ യാത്രയും ചെയ്തിരുന്നവരെ കൊണ്ട് എഡ്മണ്ടൻ എയർപോർട്ടിൽ വന്ന് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വന്ന് ഇറക്കുന്നു. അതിന് ശേഷവും അവിടുന്ന് അധികം താമസിക്കാതെ തന്നെ എല്ലാ കാര്യങ്ങളും ക്ലിയറൻസൊക്കെ കിട്ടി. എല്ലാം വളരെ മനോഹരമായി അവിടുന്ന് എല്ലാം ദൈവം ക്രമപ്പെടുത്തി. അങ്ങനെ ഒന്നും അറിയില്ല എങ്കിൽ പോലും എല്ലാം അറിയാൻ പാടുള്ളവൻ കൂടെയുള്ളതും എല്ലാത്തിൻ്റെ മേൽ വിജയം വരിച്ച കർത്താവ് കൂടെയുള്ളതിനാൽ അവിടെ എല്ലാ കാര്യങ്ങളും ക്രമപ്പെട്ടു. നമ്മൾ വന്ന് എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയതിന് ശേഷമാണെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതും വളരെ ശക്തമായി വിശുദ്ധാത്മാവ് ഏറ്റെടുത്തു. അങ്ങനെ അവിടുന്ന് എൻ്റെ ഫ്രണ്ട് സിബിച്ചൻ വണ്ടി കൊണ്ട് വന്ന് എന്നെ കൂട്ടിയിട്ട് അവരുടെ വീട്ടിലേക്ക് പോകുന്നു. ഒരു 10 മിനിറ്റ് യാത്രയേ ഉള്ളൂ വീട്ടിലോട്ടുള്ള യാത്ര. വളരെ മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ പിന്നെയുള്ള കാഴ്ചകളൊക്കെ. സത്യം പറഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷം തോന്നും. ആ റോഡുകളും അല്ലെങ്കിൽ ആ പരിസരമൊക്കെ കാണുമ്പോൾ വളരെ രസകരമായ ആ ഒരു യാത്രയിലൂടെ അദ്ദേഹവുമായി സംസാരിച്ച് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭവനത്തിലെത്തുന്നു. അവിടെ വന്നതിന് ശേഷമാണെങ്കിൽ പോലും നമ്മളോട് വളരെ സ്നേഹത്തോടും എല്ലാ രീതിയിലും നല്ലൊരു പ്രയർ കുടുംബമാണ്. എല്ലാ രീതിയിലും ഈശോയോട് കൂടുതൽ പ്രാർത്ഥിച്ചിട്ട് ആലോചന ചോദിച്ച് ചെയ്യുന്ന നല്ലൊരു കുടുംബമാണ്. ആ കുടുംബത്തിനോട് ചേർന്നുകൊണ്ട് ഇനിയുള്ള കുറച്ച് കാലങ്ങൾ ഇവിടെ അങ്ങനെ ഈ കാനഡയിൽ നമ്മുടെ കേരള സ്റ്റൈല് ഒരു ബേക്കറിക്ക് വേണ്ടിയുള്ള ഒരു ഷെഫായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. എൻ്റെയൊക്കെ പൂർവികരുടെ ഒത്തിരി കഴിവുകൾ അല്ലെങ്കിൽ എൻ്റെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എൻ്റെ ഡാഡിയും നല്ലൊരു ബേക്കറി പണിക്കാരനാണ്. ചേട്ടന്മാരെല്ലാവരും നല്ലൊരു പണിക്കാരാണ്. അപ്പോൾ അവരുടെയൊക്കെ ഒരു അനുഗ്രഹവും എനിക്കുണ്ട്. എല്ലാവരുടെയും ബ്ലെസ്സിങ്ങും വാങ്ങിയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ എത്തി നമ്മൾ താമസിക്കുന്ന ഭവനമാണ്. അതിനുശേഷം ഇവിടെ നല്ലൊരു സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെയിലി കുർബാനയ്ക്ക് പോകാൻ പറ്റുന്നു. ഡെയിലിയുള്ള ജപമാല പ്രാർത്ഥനകൾ ഒന്നിനും ഒരു മുടക്കില്ല. ഒരു സ്വന്തം വീട്ടിലായിരുന്ന പോലെ തന്നെ ഈ ഭവനത്തിലായിരുന്നു കൊണ്ട് എല്ലാം ചെയ്യാൻ സാധിക്കുന്നു. എല്ലാറ്റിലും ഉപരി ഇവിടെ വന്നു ബേക്കറിയുടെ ട്രയലടിക്കുന്നു. ചെറിയ ഇദ്ദേഹത്തിൻ്റെ ഭവനത്തിലുള്ള ഒരു ഓവനിൽ വെച്ച് ഞങ്ങൾ കുറച്ച് നമ്മുടെ കേരള നമ്മളവിടെ സ്റ്റൈൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബ്രെഡും ബണ്ണും അല്ലെങ്കിൽ സ്വീറ്റ്സ് ഐറ്റംസുകൾ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ ചെയ്യുന്നു. അവിടെയൊക്കെ ദൈവം വളരെ ശക്തമായി ചെയ്യാൻ നമ്മളെ അത് അനുവദിക്കുന്നു. വിശുദ്ധ കുർബാനയ്ക്ക് ആണെങ്കിൽ തൊട്ടടുത്തുള്ള 1-2 പള്ളികളുണ്ട്. മലയാള ചർച്ചുണ്ട്, ഒരു ഇംഗ്ലീഷ് ചർച്ചുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയി അനുദിനം വിശുദ്ധ ബലിയർപ്പിക്കാൻ സാധിക്കുന്നു. അങ്ങനെ ഒത്തിരി സന്തോഷവും സമാധാനവും ഉള്ള ദിവസങ്ങളാണ്. ഇവിടെ വന്നു. ഇവിടെ മേപ്പിൾ ബേക്കേഴ്സ് എന്നാണ് എൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ ഫൈനൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെങ്കിൽ ഞങ്ങൾ ട്രയൽ അടിച്ചതെല്ലാം ദൈവകൃപയാലെല്ലാം നന്നായിരിക്കുന്നു എന്ന് കഴിക്കുന്നവർ പറയുന്നു. എല്ലാം ദൈവമഹത്വം, എല്ലാ മഹത്വവും ഈശോയ്ക്ക് തന്നെ. സങ്കീർത്തനങ്ങൾ 115:1, ലൂക്ക 17:10 ഇതൊക്കെ ചെയ്യുന്നത് കർത്താവിൻ്റെ കൃപയാണ് എന്നിൽ അധ്വാനിക്കുന്നത്. ഞാനൊന്നുമല്ല. അതിനപ്പുറത്ത് എൻ്റെ ഈശോയെ മഹത്വപ്പെടുത്തുക എന്നുള്ള ഒറ്റ ആഗ്രഹമുള്ളൂ.